ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്മ സ്തോത്രം. നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നമ്മൾ ഓരോരുത്തരും ഓരോ ഭാരങ്ങളാലാണ് മുമ്പോട്ട് പോകുന്നത്, അല്ലേ? ഇന്നൊരു ഭാരമെങ്കിൽ നാളെ മറ്റൊന്നിനെക്കുറിച്ച്. അമ്മ സ്തോത്രം. ഈ ഭാരങ്ങളെല്ലാം അമ്മ സ്തോത്രം ഒന്ന് ഇറക്കി വെക്കുവാൻ, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മുടെ ഭാരങ്ങളെ ഒന്ന് മനസ്സറിഞ്ഞ് കേൾക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ ഓരോ നിമിഷവും ആലോചിക്കുന്നവരാണ്. ആരെങ്കിലും എൻ്റെ ഈ ഒരു ഭാരം കേട്ട് എനിക്കൊന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, ഹല്ലേലൂയ, ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് നമുക്ക് നമ്മുടെ ആശ്വാസത്തിനായി, നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെക്കേണ്ടതിനായി, നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. മത്തായി 11:28 പ്രകാരം ഒരു വചനമുണ്ട്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവ എൻ്റെ അടുക്കൽ വരുവിൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ആ ഒരു ആശ്വാസം എന്ന് പറയുന്നത് മനുഷ്യർ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ആശ്വാസമല്ല. ആമേൻ, സ്തോത്രം. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ്? യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്, അല്ലേ? ആമേൻ, സ്തോത്രം. അതായത് ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ കാണും. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, ഒരമ്മ എങ്ങനെയാണോ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് അതുപോലെ, അതായത് നമുക്കൊരമ്മയോട് അല്ലെങ്കിൽ ഒരു ലോകത്തിലെ മാതാവിനോട് നമ്മളെല്ലാം തുറന്നു പറയും, അല്ല, ഒന്നും മറച്ചു വെക്കാതെ നമ്മുടെ അപ്പനും അമ്മയോട് അവരോട് എന്ത് ചെയ്യും? നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ ഹൃദയം മുഴുവനും അവിടെ പകരുകയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് അതിലൂടെ അവർ നമ്മളെ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു പറയാണ്, ഞാൻ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമുക്കറിയാം തിരുവെഴുത്ത്, അതിനൊരു തിരുവെഴുത്തായിട്ട് നമുക്ക് ഇന്ന് വായിക്കാൻ പോകുന്ന അധ്യായം സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനങ്ങൾ 68-ാം അധ്യായത്തിൻ്റെ 19. ഈ ഒരു വാക്യം ഞാൻ എപ്പോഴും വായിക്കുന്നതാണ്, ഇടയ്ക്കൊക്കെ വായിക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വായിച്ചപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഒത്തിരി നേരം അതിനെക്കുറിച്ച് വായിച്ചൊന്ന് ഇച്ചിരി ചിന്തിച്ചപ്പോൾ ഹല്ലേലൂയ, വളരെ സന്തോഷം തോന്നിയ ഒരു വചനമാണ്. അതായത് നമ്മുടെ രക്ഷയാവുന്ന ദൈവമായി, ഹല്ലേലൂയ, ഒന്ന് നമ്മുടെ രക്ഷയാണ് ദൈവം. ആമേൻ, സ്തോത്രം. നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു ദൈവം, അല്ലേ? നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒത്തിരി നമ്മൾ അതിനെക്കുറിച്ച് ഇരുന്ന്, അതായത് നാൾത്തോറും അതിൽ ഓരോ വേർഡ്സും നമ്മൾ എടുത്ത് നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ ദൈവമക്കളെ, നമുക്ക് ആ ദൈവ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ദൈവസ്നേഹം? ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അത് 2 വാക്കിലോ 3 വാക്കിലോ ഒതുക്കി തീർക്കാനുള്ളതല്ല. ഈ ഒരു വചനം വായിക്കുമ്പോൾ നമുക്കവിടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നതാണ് എന്താണ്? നമ്മുടെ രക്ഷയാണ്. ഒന്ന് ദൈവം നമ്മുടെ രക്ഷയാണ്, അല്ലേ? അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യഹോവ രക്ഷയാണ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ രക്ഷയാവുന്ന ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവമക്കളെ, നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത്, അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി, അതായത് ആ ദൈവത്തിന്, നമ്മൾ ആശ്രയിക്കുന്ന കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അവൻ നമ്മളെ നാൾത്തോറും വഴി നടത്തും. ഹല്ലേലൂയ. നാൾത്തോറും നമ്മളുടെ ഭാരങ്ങൾ എന്ത് ചെയ്യും? ചുമക്കുന്നവനാണ്. 1 2 അല്ലെങ്കിൽ 1 മാസമോ 1 വർഷമോ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമല്ല ദൈവമക്കളെ. യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇപ്രകാരം അവിടെ എഴുതിയിട്ടുണ്ട്: ഞാൻ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, അല്ലേ? നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. പോരെ ദൈവമക്കളെ, നമുക്കിത് പോരെ? മരണം കഴിഞ്ഞും നമ്മളെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് നിത്യ സ്നേഹം. അതാണ് ദൈവം എന്ന് പറയുന്ന സ്നേഹമാണ്, അത് നിത്യ സ്നേഹമാണ്. ഹല്ലേലൂയ. അപ്പം നാൾത്തോറും വാർദ്ധക്യം വരെ നമ്മൾ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കുകയും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനുമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ബേർഡൻസ്, അല്ലേ? ഇന്ന് നമ്മൾ ഒരു പ്രശ്നത്തിലൂടെ, ഒരു ഭാരത്തിലൂടെ പോയാൽ നാളെ മറ്റൊന്നായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം മറ്റൊന്ന്, അങ്ങനെ ഓരോ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടിടുകയാണ്, അല്ലേ? ആമേൻ, സ്തോത്രം. അപ്പം ഈ ഭാരമെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിൽ കുത്തിക്കയറ്റി ആരോടും ഷെയർ ചെയ്യുക. ചിലപ്പോൾ എന്നെ കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഒരു വ്യക്തിയില്ലായിരിക്കാം.
സ്തോത്രം, നിങ്ങളുടെ ഭാരങ്ങളെ സ്തോത്രം ഒന്ന് ഇറക്കി വെക്കുവാൻ നിങ്ങൾക്കൊരു സ്പേസ് ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും എന്നെ കേൾക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ ഈ ഒരു ദൈവവചനം. ഹല്ലേലൂയ. നിങ്ങൾ ചിലപ്പോൾ ആരും കാണാതെ വണ്ണം വാഷ്റൂമിലും സ്തോത്രം കിച്ചണിലും ഹല്ലേലൂയ ഇരുന്ന് നിങ്ങളുടെ ഭാരങ്ങൾ അങ്ങ് നിറയുമ്പോൾ നിങ്ങൾ കരയുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കാം. എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധി നിങ്ങളുടെ ഹൃദയത്തെ പകരുവാണെങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കും. നിങ്ങൾക്കൊരു ആശ്വാസം അതിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവ സ്നേഹം എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം, ഇവിടെ പറയാണ് നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതായത് നമ്മുടെ ഭാരങ്ങളെ ദൈവത്തിലേക്ക് നമ്മൾ ഉരുട്ടിയിടുക എന്ന് പറയാം. അതായത് ദൈവത്തിലേക്ക് അത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ വന്ന്, ഒരു ഭാരം വന്ന് സ്തോത്രം, അത് നമ്മൾ പലപ്പോഴും നമ്മുടെ ചുമലിൽ തന്നെ അത് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുവാണെങ്കിൽ അതിൽ നിന്നൊരു വിടുതൽ നമുക്ക് ലഭിക്കുകയില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരെ അന്വേഷിക്കുകയാണെങ്കിൽ, ആശ്വാസത്തിനായി മനുഷ്യരുടെ പുറകിൽ നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യത്തില്ല, അതിൽ നിന്നൊരു വിടുതലോ ഒരു രക്ഷയോ നമുക്ക് ലഭിക്കുകയില്ല ദൈവമക്കളെ. അതേസമയം നീ ദൈവത്തിൻ്റെ സന്നിധി മുട്ടുമടക്കി ദൈവത്തോട് നിൻ്റെ ഭാരം എന്ത് ചെയ്യുക? ദൈവസന്നിധി ഏൽപ്പിക്കുക. ദൈവം അവിടെ നമ്മളെ നിശ്ചയമായി അനുഗ്രഹിക്കും. നമുക്കറിയാം, ബൈബിള് പഠിക്കുമ്പോൾ ഹന്ന എന്നൊരു വ്യക്തി ജീവിതത്തെ നമ്മൾ അനേക പാസ്റ്റർമാരിലൂടെ കേട്ട് വളരെ ഭാരം അവിടെ ജീവിതത്തിലുണ്ട്, അല്ലേ? മക്കളില്ല, അല്ലെങ്കിൽ ഒരു മക്കളില്ലോ, തലമുറയില്ല എന്നൊരു വിഷയം. ഹല്ലേലൂയ. അവിടെ കൂടെ സ്തോത്രം, സ്വന്തം വീട്ടിലുള്ളവൾ അവളെ കുറ്റപ്പെടുത്തി, അവൾ ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരു പക്ഷെ അവളെ കുറ്റപ്പെടുത്തി. അപ്പം ഇതിൻ്റെ എല്ലാം ഭാരങ്ങൾ അവിടെ മനസ്സിൽ അവൾ ഒരിക്കലും വെച്ചില്ല. അവൾ എവിടെ പോകും? എന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്യുക? പകരുകയാണ്. അതായത് തൻ്റെ ഉള്ളത്തെ ദൈവസന്നിധി എന്ത് ചെയ്യാണ്? മാറ്റമാണ്. തൻ്റെ ഉള്ളത്തെ ദൈവത്തിന് കൊടുത്തിട്ട് പുതിയൊരു ഹൃദയം ദൈവം അവൾക്ക് എല്ലാ ദിവസവും കൊടുക്കുകയാണ്. അതെങ്ങനെയാണ്? അവളുടെ ഭാരത്തെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ഉള്ളം കരത്തിൽ എന്ത് ചെയ്യുക? വെച്ചിരിക്കുകയാണ്. സ്തോത്രം. അവൻ നമ്മളെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്ന ദൈവമാണ്. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഭാരങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഹന്ന പകർന്നതുപോലെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കും. കാരണം നമ്മളെ നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ് ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുക? വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? വാഴ്ത്തണം, സ്തുതിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, എബ്രായറിൽ ഒരു വചനമുണ്ടല്ലോ, 12-ാമത്തെ, അതായത് നിങ്ങളുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധി പ്രകാശിക്കുവാൻ കഴിയില്ല ദൈവമക്കളെ. ശത്രു നമ്മുടെ ജീവിതത്തിൽ ഓരോ ഭാരങ്ങൾ കൊണ്ടിടുമ്പോൾ നമ്മൾ ഈ ഭാരത്തിൻ്റെ വലിപ്പവും നോക്കി ദൈവസന്നിധി ഇരുന്ന് ഒന്നും പൂർണ്ണതയോടുകൂടെ ദൈവസന്നിധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ഓരോന്നും പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. ഈ ഭാരം ഇങ്ങനെ കയറിക്കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി എന്ത് ചെയ്യത്തില്ല. ഒന്ന് കോൺസെൻട്രേഷനോടെയോ ഒന്ന് മനസ്സിരുത്തി ദൈവസന്നിധി പ്രാർത്ഥിക്കുക. നമ്മുടെ ചിന്ത മുഴുവൻ ടെൻഷന്. അതാണ് പിശാചിൻ്റെ ഒരു തന്ത്രം നമ്മുടെ ജീവിതത്തിൽ. അനാവശ്യമായ ഭാരങ്ങൾ കൊണ്ടിടും. മക്കളെ ചൊല്ലിയുള്ള ഭാരങ്ങൾ, ഏത് ജോലി സംബന്ധമായിട്ടുള്ള എല്ലാം നമ്മളെ കൊണ്ട് ഇട്ടിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രകാശിക്കുവാൻ കഴിയാത്തൊരവസ്ഥ. രണ്ടാമതാണ് മുറുകെ പറ്റുന്ന പാപം. ഈ പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവ സന്നിധിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്കൊരു ആത്മീയ വർധന ലഭിക്കുകയില്ല, അല്ലേ? സ്തോത്രം. ആത്മീയകരമായ ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് വളരുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഈ മുറുകെ പറ്റുന്ന ഭാരമായിക്കോട്ടെ, പാപമായിക്കോട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ സന്നിധി അവൻ്റെ കാൽ കീഴിലേക്ക് വെച്ചു കൊടുത്തിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മളായി നമുക്കൊരു ജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയും. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സ്തോത്രം. നമ്മുടെ ഭാരത്തെ നമ്മുടെ ചുമലിൽ തന്നെ വെച്ചിട്ട് എന്നെ ആര് സഹായിക്കും, എന്നെ ആര് രക്ഷിക്കുമെന്നും പറഞ്ഞ് ഹല്ലേലൂയ മനുഷ്യരുടെ പുറകെ നടന്ന് മറ്റ് സഹായങ്ങൾ തേടി നമ്മൾ പോവുകയാണ്. ആ സമയം കൊണ്ട് നിങ്ങൾ ഭാരം എന്ത് ചെയ്യുക? ദൈവത്തിങ്കിലേക്ക് വെച്ചുകൊള്ളുക. ദൈവം നമ്മുടെ ഭാരങ്ങളെ ചുമക്കും. സങ്കീർത്തനങ്ങൾ 55:22 ഇപ്രകാരം ഒരു ദൈവവചനമുണ്ടല്ലോ, ദൈവമക്കളെ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിങ്ങളെ പുലർത്തും.
അപ്പം നമ്മൾക്ക് എന്താണ് ആവശ്യം, നമ്മൾ സ്വർഗസ്ഥനായ ദൈവത്തോട് പറയുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങളെ പോലും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം എന്തുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെ ദൈവം അറിയുന്നില്ല? ദൈവം അറിയുന്നുണ്ട്. നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ തലേന്ന് ഒരു രോമം താഴെ വീണാൽ പോലും അറിയുന്ന ഒരു ദൈവം. നമ്മുടെ കാലിൽ ഓരോ ചുവടുകൾ എപ്രകാരമായി നമ്മുടെ നടക്കുന്ന അതും പോരാ നമ്മുടെ ചിന്തകൾ, നമ്മുടെ സകലതും ഒരു സ്കാൻ ചെയ്യുന്നത് പോലെ സ്വർഗസ്ഥനായ ദൈവം നമ്മളെ അറിയുന്നു. അപ്പം എന്തുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെ നമുക്ക് അറിയുന്നില്ല? ദൈവം അറിയും. നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഭാരങ്ങളെ അറിയുന്നവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി ദൈവത്തിൻ്റെ സന്നിധി എന്ത് ചെയ്യുക? ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവസന്നിധി വിട്ടുകൊടുക്കുക. ബാക്കി ദൈവം നോക്കും എന്നൊരു വിശ്വാസം ക്രിസ്തുവിൽ എന്ത് ചെയ്യുക? നമ്മൾ ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മൾ സേവിക്കുന്ന ദൈവം, നമ്മൾ ഉയർത്തുന്ന ദൈവം, നമ്മൾ വാഴ്ത്തുന്ന ദൈവം എന്താണ്? സർവശക്തനായ ദൈവമാണ്. അപ്പം നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന സ്തോത്ര കുഞ്ഞാടാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഒരുപക്ഷെ നിങ്ങൾ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഭാരമുണ്ടാകുന്ന ഒരുപക്ഷെ നിങ്ങളുടെ തലമുറകളെ ഓർത്താണെങ്കിൽ, ഹല്ലേലൂയ, തലമുറകളുടെ ഭാവിയെ ഓർത്താണെങ്കിൽ, ഹല്ലേലൂയ, തലമുറകളെ എങ്ങനെ പഠിപ്പിക്കുമെന്നോർത്താണെങ്കിൽ, ഹല്ലേലൂയ, അവർക്ക് എങ്ങനെ ആഹാരം കൊടുക്കുന്നുവെന്നോർത്താണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഭവനത്തിനെ ഓർത്താണെങ്കിൽ, നിങ്ങൾക്ക് കയറി കടപ്പാൻ ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരാണെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ ഒരു സ്വന്തമായൊരു വീട്, അതായത് വീടില്ലാതെ വേണം ഭാരപ്പെടുന്നവരാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ പ്രോബ്ലം എന്തുമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ആലോചന ഇന്നുവരെ ലഭിക്കാതെ വേണം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ, മക്കളുടെ കല്യാണം എങ്ങനെ നടത്തുമെന്ന് ബുദ്ധിമുട്ടുന്നവരായെങ്കിൽ, നിങ്ങളുടെ ഏത് ഭാരമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ബാധിതനായി നിങ്ങൾ കിടക്കുകയാണെങ്കിൽ, മാരകമായ രോഗങ്ങൾക്ക് അടിമകളായി നിങ്ങളായിരിക്കുന്ന വ്യക്തി ജീവിതമാണ് എന്നെ കേൾക്കുന്നുവെങ്കിൽ, എനിക്ക് നിങ്ങളോടുള്ളൊരു ദൂത്, അല്ലെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുവാൻ ആഗ്രഹിക്കുന്ന എന്താണ്? നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ തരിക, ഞാൻ നിങ്ങളെ നാൾത്തോറും ചുമത്തും, ഞാൻ നിങ്ങളെ നാൾത്തോറും പുലർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവ 1-2 ദിവസമല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാരങ്ങളെ നിങ്ങൾ കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം, അല്ലേ? ദൈവവചനം നമ്മൾ ഇപ്രകാരം 50-ാം സങ്കീർത്തനം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. അതായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്തം. കഷ്ടകാലത്ത് എന്ത് ചെയ്യണം? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ നിനക്ക് ഉത്തരം പറഞ്ഞു. അത് ദൈവത്തിന്റെ പ്രവൃത്തി, അല്ല? ദൈവം നമുക്ക് ഉത്തരം പറഞ്ഞു, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പം നമ്മൾ കഷ്ടകാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ ഭാരങ്ങളെ ദൈവസന്നിധി വെക്കാതെ വണ്ണം കടന്ന് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല ദൈവമക്കളെ. ഈ ആവലാതിപ്പെടുന്ന സമയത്ത്, ഈ നിരാശപ്പെടുന്ന സമയത്ത് ഭാരങ്ങളെ ദൈവത്തിൻ്റെ കാൽ കീഴെ സമർപ്പിക്കുക. സകലതും അറിയാവുന്ന ദൈവം, അല്ല? സെക്കൻഡ് പോലും വേണ്ട ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി, നമ്മുടെ വിഷയത്തിന് വേണ്ടി. ഹല്ലേലൂയ. സ്തോത്രം. ആ തൃക്കരത്തിലേക്ക് നമ്മൾ കൊടുത്താൽ നമ്മുടെ എല്ലാ ഭാരങ്ങളെ സ്തോത്ര ദൈവം അവിടെ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു കളയുവാൻ ശക്തരാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് അതായത് നിങ്ങളിലേക്ക് എനിക്ക് പകരുവാനുള്ളൊരു ദൈവത്തിൻ്റെ ആലോചന ഇതാണ്. നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൻ്റെ അടിയിൽ അതിൽ നിന്ന് ഊരി പോരാൻ കഴിയാതോണം ഭാരപ്പെടുന്നുണ്ടെങ്കിൽ സ്തോത്രം, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തകർക്ക്. നിങ്ങൾക്ക് ദൈവസന്നിധി പൂർണ്ണമായി ആരാധിക്കാൻ കഴിയാതെ വരും. നിങ്ങളുടെ മനസ്സിനെ ദൈവസന്നിധി കൊടുത്തു കഴിഞ്ഞാൽ മുറുകെ പറ്റുന്ന ഭാരത്തെ എടുത്ത് ദൂരെ കളഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തിട്ട് ഫ്രീ ആയിട്ട് സന്തോഷമായി ഒരു ജീവിതം ജീവിക്കുക ദൈവമക്കളെ. കാരണം ദൈവം നമ്മളെ കരുതുന്നവരാണ്, അവൻ നമ്മളെ നടത്തുന്ന ദൈവമാണ്. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് വാഴ്ത്താം ദൈവമക്കളെ. ഗോഡ് ബ്ലസ് യു.